നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ BJPക്ക് പരോക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലംബാനി. മതവും രാഷ്ട്രീയവും സഖ്യം ചേരുമ്പോൾ നിഷ്കളങ്കർ ആക്രമിക്കപ്പെടുന്നുവെന്ന് ജബൽപൂരും മണിപ്പൂരും പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു. സ്വന്തം മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണെന്നും കണ്ണൂരിൽ ദുഃഖവെള്ളി ദിന സന്ദേശത്തിൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. സങ്കീർണമായ അൽഗോരിതങ്ങൾ നയിക്കുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ ആരെയും തിരസ്കരിക്കാത്ത ദൈവിക സമ്പദ് വ്യവസ്ഥയെ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നാണ് വിശ്വാസികളോട് ഫ്രാൻസിസ് മാർപ്പാപ്പ. മനുഷ്യരക്ഷയ്ക്കായി കുരിശുമരണം വരിച്ച ദൈവപുത്രൻ്റെ സ്മരണയിൽ കുരിശിൻ്റെ വഴിയിലും പ്രാർത്ഥനകളിലും വിശ്വാസി സമൂഹം അണിനിരന്ന ദുഃഖവെള്ളി ദിനത്തിൽ അവതരിപ്പിച്ച പ്രത്യേക ധ്യാന ശ്ലോകത്തിലാണ് വിതയ്ക്കുകയും വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെപ്പറ്റി മാർപ്പാപ്പ പറഞ്ഞത്. കോളേജ് അധ്യാപകർ തന്നെ ചോദ്യപേപ്പർ വാട്സാപ്പ് വഴി ചോർത്തിയെന്ന് കണ്ണൂർ സർവകലാശാലയുടെ കണ്ടെത്തൽ. കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജിൽ ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ കണ്ണൂർ സർവകലാശാല അധികൃതർ ഗ്രീൻവുഡ് കോളേജിനെതിരെ പോലീസിൽ പരാതി നൽകി സിൻഡിക്കേറ്റ് സമിതിയെ അന്വേഷണത്തിന് നിയോഗിച്ചതായും വൈസ് ചാൻസലർ അറിയിച്ചു. കോളേജിലെ പരീക്ഷാ കേന്ദ്രം മാറ്റിയെന്നും കണ്ണൂർ സർവകലാശാല വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ജില്ലാ പോലീസ് മേധാവിക്കും ബേക്കൽ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്തേക്കും. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് ഷൈനിൻ്റെ പിതാവ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് പോലീസ് തൃശ്ശൂരിലെ ഷൈനിൻ്റെ വീട്ടിലെത്തി നൽകിയത്. ബുധനാഴ്ച രാത്രിയായിരുന്നു ഡാൻസ് സംഘത്തിൻ്റെ ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത്. നടി വിൻസി അലോഷ്യസിൻ്റെ പരാതിയിൽ നേരിട്ട് വിശദീകരണം നൽകാൻ നടൻ ഷൈൻ ടോം ചാക്കോ തിങ്കളാഴ്ച ഫിലിം ചേംബർ ആസ്ഥാനത്ത് എത്തുമെന്ന് റിപ്പോർട്ടുകൾ. നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് ഷൈനിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പോലീസ് അന്വേഷണവുമായും ഷൈൻ സഹകരിക്കും. പോലീസിൻ്റെ ഡാൻസ് ഓഫ് സംഘം ഷൈനിനെ തേടിയല്ല ഹോട്ടലിൽ പോയതെന്നും മറ്റൊരു ലഹരി കച്ചവടക്കാരനെ തേടിയാണെന്നും നാർക്കോട്ടിക് ACP അബ്ദുൽ സലാം പറഞ്ഞു. അതേസമയം ഷൈൻ ഓടിപ്പോയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും റൂം പരിശോധിച്ചപ്പോൾ നിയമവിരുദ്ധമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും ചോദ്യം ചെയ്താലേ എന്തുകൊണ്ടാണ് ഓടിപ്പോയതെന്ന് വ്യക്തമാകൂ എന്നും ACP പറഞ്ഞു. പരിശോധന ഒഴിവാക്കാൻ മാത്രം പവിത്രതയൊന്നും സിനിമാ സെറ്റിനില്ലെന്നും ലഹരി പരിശോധനയിൽ നിന്ന് സിനിമാ സെറ്റിന് മാത്രം പ്രത്യേക പരിഗണനയില്ലെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ലഹരി പരിശോധന എല്ലായിടത്തും നടത്തുമെന്നും ലഹരി വ്യാപനം തടയുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യമെന്നും എക്സൈസ് നടപടിയുമായി